കോന്നി കലഞ്ഞൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ കാർ യാത്രികരായ 2 പേർ മരിച്ചു. 3 പേർക്ക് ഗുരുതര പരിക്കേറ്റു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ലോറി സമീപത്തെ തോട്ടിലേക്ക് മറിഞ്ഞു. കണ്ണൻദേവ് ഉണ്ട് വിവരങ്ങളുമായി. കണ്ണൻ, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? എങ്ങനെയാണ് ഈ ഗുരുതരമായി പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? മഴ പുലർച്ചെ 2:30യോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. സ്ഥിരം അപകടമേഖലയായ പുനലൂർ മൂവാറ്റുപുഴ പാതയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത്. കോന്നി കലഞ്ഞൂർ പള്ളിമുക്കിന് സമീപത്ത് വെച്ച് ഇവർ ഈ കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ കാറിലും ലോറിയിലും ഉണ്ടായിരുന്നത് തമിഴ്നാട് സ്വദേശികളാണ്. തമിഴ്നാട്ടിൽ നിന്നും ആലുവയിലെ വീട്ടിലേക്ക് ആലുവയിലെ ഈ കാറിലുണ്ടായിരുന്ന ഒരാളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന അവരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സംഭവ സ്ഥലത്ത് തന്നെ ഈ 2 പേർ മരിച്ചു. ബാക്കിയുള്ളവരെ മറ്റ് ആശുപത്രിയിലേക്ക് പുത്തനാപുരത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് ഇപ്പോൾ പുനലൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും പ്രണവിന്റെ അച്ഛൻ സുന്ദർ രാജ്, അതുപോലെ ഇദ്ദേഹത്തിന്റെ മകൾ ജനനി എന്നിവരാണ് മരിച്ചത്. ഈ ജനനിയുടെ ഭർത്താവ് പ്രണവ്, അതുപോലെ സഹോദരൻ ശിവശങ്കർ എന്നിവരാണ് പരിക്കേറ്റിട്ടുള്ളത്. മാത്രമല്ല ലോറിയിൽ ഉണ്ടായിരുന്ന വെങ്കടേഷ്, വിനോദ് കുമാർ എന്നിവരും പരിക്കേറ്റ ആശുപത്രിയിലാണ്. ഇവരെ പത്തനാപുരം ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പുനലൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെയും നില ഗുരുതരമാണ്. ഈ കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ ഈ കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ഈ അപകടത്തിന്റെ ആഘാതത്തിൽ ലോറി സമീപത്തെ തോട്ടിലേക്ക് മറിഞ്ഞിരുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ഇവരെ ഈ വാഹനങ്ങളിൽ നിന്നും പുറത്തെടുത്തത്. എന്തായാലും ഇവരുടെ പരിക്ക് ഗുരുതരമാണ്. ഇതിനുശേഷം ഇന്ന് പുലർച്ചയോടെ ഉണ്ടായ ഈ അപകടത്തിൽ ഈ പരിക്കേറ്റ ഇവരെ എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മായ, ശരി. എന്തായാലും സ്ഥിരം അപകടപാതയാണ് ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത എന്ന് പറയുന്നത്. അവിടെയാണിപ്പോൾ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിക്കുന്ന ഒരു അപകടമുണ്ടായിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ കൂടിയുണ്ട്. അവർ ചികിത്സയിലാണ്. കണ്ണൻദേവാണ് വിവരങ്ങൾ നൽകിയത്.